ഈയൊരു പെൺകുട്ടി അവളുടെ ഭർത്താവ് കാണാതെ മറ്റൊരു പയ്യന്റെ ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് അവനോട് സഹായം ചോദിക്കുന്നു. ഇത് ശ്രദ്ധിച്ച അവളുടെ ഭർത്താവാണെങ്കിൽ പെട്ടെന്ന് അവളോട് അവൾ ചെയ്തത് എന്താണെന്ന് ചോദിച്ച് ദേഷ്യത്തോടെ ഇപ്പോൾ അവളെ ദൂരേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഇത് കണ്ട് സംശയം തോന്നിയ ആ ഒരു പയ്യനാണെങ്കിൽ അവന്റെ ഫോൺ ഒന്ന് ചെക്ക് ചെയ്ത് അതിനകത്ത് ആ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട് അവന്റെ ഭാര്യ ഇപ്പോൾ അവനോട് വളരെയധികം ദേഷ്യപ്പെടാൻ ആരംഭിച്ചു. ഈ സമയം ആ പെൺകുട്ടിയുടെ ദേഹം അവൾ ഹെൽപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് സഹായം ചോദിക്കാനാണ് അത്തരത്തിൽ ചെയ്തതെന്ന് മനസ്സിലാക്കി രണ്ടുപേരും ഇപ്പോൾ ആ പെൺകുട്ടിയെ തേടി പോവുകയാണ്. അവളുടെ ഭർത്താവ് നിന്നും ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു പ്ലാൻ അവന്റെ ഭാര്യ ഒരു തുണി വെച്ച് ഒരു ഗർഭിണിയെ പോലെ അഭിനയിച്ച് അവിടേക്ക് ചെന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവിനോട് അവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. ശേഷം അവൾ മനഃപൂർവ്വം ഒരു ബോട്ടിൽ ജ്യൂസ് ആണെങ്കിൽ പെൺകുട്ടിയുടെ ദേഹത്താക്കി ക്ഷമ ചോദിച്ച് കഴുകി തരാമെന്ന് പറഞ്ഞ് അവൾ ഇപ്പോൾ വാഷ്റൂമിലേക്ക് വിളിച്ചെങ്കിലും പെൺകുട്ടിയുടെ ഭർത്താവാണെങ്കിൽ ഇപ്പോൾ അതിന് സമ്മതിക്കുന്നില്ല. ആ കോലത്തിൽ അവളെ ഫ്ലൈറ്റിലേക്ക് കയറ്റില്ല എന്ന് മനസ്സിലാക്കി വഴിയില്ലാതെ അതിന് സമ്മതിച്ച പയ്യനാണെങ്കിൽ അവരെ ബാത്റൂമിലേക്ക് അയച്ചു. അവിടെ വെച്ച് ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവളോട് പറയാൻ ആരംഭിച്ചു. ശേഷം ഉടനെ തന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനായി ഒരു വഴി തേടിക്കൊണ്ടിരിക്കും. ഒരുപാട് സമയമായി അവരെ കാണാത്തത് കാരണം ആ പെൺകുട്ടിയുടെ ഭർത്താവാണെങ്കിൽ ഇപ്പോൾ ആ ബാത്റൂമിനടുത്തേക്ക് വരികയാണ്. ഈ സമയം ആ ഒരു പാവം പയ്യനാണ് അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ഭർത്താവാണെങ്കിൽ അവനെ തള്ളി വളരെ ദേഷ്യത്തോടെ ഇപ്പോൾ അവരോട് പുറത്തേക്ക് വരാൻ പറയുന്ന തൊട്ടടുത്ത നിമിഷം ആ പെൺകുട്ടി അവന്റെ ഭാര്യയുടെ വേഷത്തിലൂടെ ഓടുന്നത് കണ്ട് അവന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇപ്പോൾ പെട്ടെന്ന് അവളെ പിടികൂടിയെങ്കിലും അടുത്ത നിമിഷം കുറച്ച് പോലീസുകാർ അവിടേക്ക് വന്ന് ആ ഒരു പയ്യനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണ്.